സത്യം പറ, SP ആര്യനെവിടെ? നിങ്ങളാണോ അയാളെ തട്ടിക്കൊണ്ടുപോയത്? സാറെന്തൊക്കെയാ പറയുന്നേ? ആഹാ ആഹാ, കിഡ്നാപ്പിംഗ് സംഘത്തിൽ ഒരു ലേഡി ഉണ്ടല്ലേ? സാർ, ഞാനാണ് ആര്യൻ. നിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. നീയാണോ SP ആര്യനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സർ, ഇദ്ദേഹം തന്നെയാണ് SP ആര്യൻ. ഇദ്ദേഹത്തെ തന്നെയാണ് കാണാതായതും. അങ്ങനെ എന്നെ പറ്റിക്കാവുന്നൊന്നും വിചാരിക്കണ്ട. അപ്പോ ഇദ്ദേഹം തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാണോ കുട്ടി പറഞ്ഞു വരുന്നത്? അല്ല, ആര്? അപ്പൊ ഇവിടെ മൊത്തം തട്ടിപ്പാണല്ലേ? ദൈവമേ, ആരും തിരിച്ചെത്തിയ? പോലീസ് സ്റ്റേഷനിൽ കാണിച്ച ഷോ ഒക്കെ വെറുതെ ആയി. അയ്യോ, അയ്യോ സാറേ, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയത്. എന്നാലും ഈ കേസ് ശരിക്കും അന്വേഷിക്കണം സാർ. ഇദ്ദേഹത്തെ വീണ്ടും അക്രമികൾ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആഹാ, ഈ തലയ്ക്ക് വെളിവില്ലാത്ത പറഞ്ഞിട്ടാണോ ഓഫീസർ അന്വേഷിക്കാൻ ഇറങ്ങിയത്? സാറേ, ഇവൻ കഞ്ചാവ് അടിച്ച് കിളി പോയവനാ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, പോലീസ് സ്റ്റേഷനിൽ വന്ന് SP തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് ഇവൻ എന്തായിരുന്നു ബഹളം. ഞങ്ങൾ എന്നിട്ട് 14 ജില്ലയിലും അന്വേഷിച്ചു. ആര്യൻ എന്ന പേരിൽ ഒരു SP ഇല്ല. അല്ല, ഞാൻ പിന്നെ ഏത് റേഞ്ചിലെ SP ആന്ന് ചോദിച്ചപ്പോഴാ ഇവൻ പറഞ്ഞത് SP ഇൻഷ്യലാന്ന്. സോറി സാർ, അങ്ങനെ പറയരുത്. ഈ നാട്ടിലെ പോലീസ് SP മാർക്ക് മാത്രമല്ല, സാധാരണക്കാരായ SP മാർക്കും നീതി ലഭിച്ചേ പറ്റൂ. എന്റെ കുടുംബത്തിൽ തന്നെ IG ഇൻഷ്യലായിട്ടുള്ള എത്ര അമ്മമാരുണ്ടെന്നറിയോ? ഇനി ഇതുപോലുള്ള ഏതെങ്കിലും കള്ളപ്പരാതിയായിട്ട് സ്റ്റേഷനിലോട്ട് വന്ന നിന്നെ ഓപ്പറേഷൻ തൂഫാനിപ്പെടുത്തി അകത്തിടും. ഗഞ്ചായ്ക്ക് മനസ്സിലായി സാറേ. വണ്ടി എടുക്കണോ? മിസ്റ്റർ SP, ഇനി SP എന്ന് കേട്ടാ വെരിഫൈ ചെയ്തിട്ടേ ഇറങ്ങും. ഓക്കെ? അതായത് SP, ഞാൻ എന്നെ കാണാതായാൽ തന്നെ നിങ്ങൾ എന്തിനാ പരാതിപ്പെടണേ? എന്നെ ആരും കൊല്ലൊന്നും എനിക്ക് പേടിയില്ല. വേറെ ആർക്കും പേരുടെ ആവശ്യമില്ല. ഫൂൾസ്, ഇഡിയറ്റ്സ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിനക്ക് തൃപ്തിയായില്ലേ? സംതൃപ്തി. എടി, നിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് ഇടപെട്ട എന്നെ നീ കുറ്റപ്പെടുത്തുക. എടി, നീ കൂടെ പറഞ്ഞിട്ടല്ലേ ഞാൻ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ചെന്ന് SP കാണാനില്ലെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ ഞാൻ പറഞ്ഞോ? എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആരും SP അല്ലേ? അല്ലെങ്കിൽ പറ. എന്റെ പൊന്നോ, ധ്വനി. എന്റെ ദൈവമേ. ഈ നാട്ടിലെ SP മാര് പോലും തങ്ങൾക്ക് നീതി വേണ്ടെന്ന് സ്വയം തീരുമാനിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പൗരബോധം തീരില്ലാത്ത SP മാര്. അതെ, ഇപ്പൊ അങ്ങോട്ട് പോയാലേ നമ്മളെ പിടിച്ച് വിഴുങ്ങും. സാറിന്റെ ദേഷ്യം ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞ് സംസാരിക്കാം. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഭയങ്കര ചൂടില്ല. എന്ത് ചൂട്? ഞാൻ ഇപ്പൊ തണുപ്പിച്ച് റെഡിയാക്കി തരാം. എന്നാ പിന്നെ ചെന്ന് കേറിക്കൂട്. അറിയാത്ത കുട്ടി ചൊറിയുമ്പോ അറിയും. ചൊറിഞ്ഞ് കാണിച്ചു തരാം. കണ്ടോ? ബ്രോ, നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഒരു വാക്ക് സംസാരിക്കാൻ, അതിനുവേണ്ടി മാത്രം ഞാൻ വന്നേ. ഞങ്ങളുടെ അവസ്ഥ ആരും മനസ്സിലാക്കണം. ആ പഴയ കിഡ്നാപ്പിംഗ് ടീം വീണ്ടും ഇറങ്ങി ആര്യനെ തട്ടിക്കൊണ്ടുപോയെന്നാ ഞങ്ങൾ കരുതിയത്. അതുകൊണ്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞത്. എന്നെ വെറുത്താലും ആ നിൽക്കുന്ന സത്യവതിയെ വെറുക്കരുത്.
അവള് സത്യമുള്ളോളാ. എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്കെന്താ? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അയ്യോ, അങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് ബ്രോ. ഞങ്ങളുടെ എല്ലാമാ. SP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നാളെ നയിക്കേണ്ടത് ബ്രോയാ, അല്ലാതെ ആ വഴക്കാളി ചൈത്രയോ ഹിന്ദി മാമിയോ ഒന്നും അല്ല. ഞാനടക്കം 100 കണക്കിന് തൊഴിലാളികൾ SP ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളുടെ അന്നത്തിനു വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിന് വേണ്ടി, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിനു വേണ്ടി, അങ്ങനെ പലതിനും വേണ്ടി ആശ്രയിക്കുന്ന അന്നദാതാവാ ആര്യൻ ബ്രോ. ഞങ്ങളുടെ കൊച്ചു SP അല്ലേ? ജില്ലയിലെ പോലീസ് SP വേറെ ആളായിരിക്കും. പക്ഷെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ മനസ്സിൽ ഈ ലോകത്ത് ഒരേ ഒരു SP ഉള്ളൂ. അതാണ് ഈ ഇരിക്കുന്ന ഞങ്ങളുടെ SP ആര്യൻ. കൊള്ളാം, നീ എന്റെ ശിക്ഷ തന്നെ വളരെ നന്നായിട്ട് തള്ളുന്നുണ്ട്. വല്ലാത്ത തള്ളായിപ്പോയെന്ന് എനിക്കും അറിയാം. എന്ത് ചെയ്യാ, നീ ഗോളടിച്ച് വല്ലാതങ്ങ് മുന്നേറുമ്പോ ഈ ഗോൾ പോസ്റ്റിൽ ഇടിച്ചു കയറാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. അതെ, നിങ്ങളുടെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാൻ മൂഡ് ഓഫ് ആയത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. എന്റെ പ്രശ്നം അതല്ല. ബ്രോയുടെ പ്രശ്നം എന്തായാലും പറ. ഈ സൂര്യന്റെ താഴെയുള്ള എന്ത് കാര്യമാണെങ്കിലും ഈ അർജുൻ സാധിച്ചു തന്നിരിക്കും. അതെ, ഞങ്ങൾ ഒരുമിച്ച് സാധിച്ചു തരും. അതിന്റെ അടുക്ക് ആരും മദ്യപിക്കാൻ പോവാണോ? എനിക്ക് ഇതിന്റെ മണം അടിക്കുമ്പോഴേ ഛർദിക്കാൻ വരുന്നു. മദ്യം കാണുമ്പോ ഈ ഓക്കാനം നിർത്താൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഉണ്ട്. ഡോക്ടർ കലച്ചേട്ടൻ. കലച്ചേട്ടനെ കണ്ട വീണ്ടും കുടിക്കാനുള്ള മരുന്ന് തരും. ആണോ? കുഴപ്പമായ അല്ല, ആളെ കിട്ടുമോ? പറയൂ. മദ്യപാനം വീണ്ടും തുടങ്ങാൻ വേണ്ടി എന്ത് ട്രീറ്റ്മെന്റ് എടുക്കാനും എന്റെ ബോസ് തയ്യാറാ. കൂടെയും ഞാനും. ആര്യൻ എന്തിനെങ്ങനെ മദ്യപിക്കുന്നേ? ഈ അവസരം ഒരു സുവർണാവസരമായി കണ്ട് ശരീരത്തിനെയും മനസ്സിനെയും നശിപ്പിക്കുന്ന ഈ വെള്ളോടി നിർത്തിക്കൂടെ? നിർത്തി. ഇതോടെ ഞാൻ നിർത്തി.